നീറ്റ് എക്സാം വീണ്ടും എഴുതി അതിൻ്റെ റിസൾട്ട് വന്നു. കുട്ടികളെല്ലാവരും അഡ്മിഷൻ എടുത്തു തുടങ്ങി. അപ്പോഴും സമരത്തിനൊന്നും ഒരു കുറവില്ല. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ PSC ക്വസ്റ്റ്യൻ പേപ്പർ മാറിക്കൊടുത്തു. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജോലിയിലുള്ള അല്ലെങ്കിൽ സർക്കാർ ജോലിക്കുള്ള ഒരു പ്രതീക്ഷ കുളം തോണ്ടി തൊലച്ചിട്ടുള്ള കേരളത്തിലത്തെ കമ്മ്യൂണിസ്റ്റുകാരും അതിനെതിരെ ഒന്നും പറയാത്ത കോൺഗ്രസ്സുകാരും നീറ്റ് എക്സാം മൊത്തം കൊളായി എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രിക്ക് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹിയിൽ പോയിട്ട് സമരത്തിലാണ് ഇപ്പോഴേ. നീറ്റ് എക്സാം ചോദ്യപേപ്പർ ചോർന്നതെല്ലാം സത്യമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ പേരിൽ CBIയുടെ അന്വേഷണം വന്നു. 15 പേര് ഇപ്പോൾ ജയിലിലാണ് ഉള്ളത്. CBI അന്വേഷണം വന്നത് തന്നെ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഒരു എക്സാമിൻ്റെ ചോദ്യപേപ്പർ ചോർന്നതിൽ. നിങ്ങളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്ത് തന്നെ 5ാമത്തെ രാജ്യമാണ് ഹൈഡ്രജനിൽ ട്രെയിൻ ഓടിക്കണത്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് നമ്മുടെ ഭാരതം എത്തി. അതേപോലെ തന്നെ സ്വകാര്യ മേഖലയിലെ ബഹിരാകാശ സ്വപ്നങ്ങൾ വിക്രം 1 നമുക്കത് സാധ്യമാക്കാൻ പറ്റി. സ്കൈ റൂട്ട് പോലെയുള്ള സ്വകാര്യ ബഹിരാകാശ കമ്പനികൾ ധാരാളം തൊഴിലവസരങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. ലോകത്തെ പ്രധാന കമ്പനികളെല്ലാം എന്ന് വേണ്ട എല്ലാ മൾട്ടിനാഷണൽ കമ്പനീസും നമ്മുടെ നാട്ടിൽ പ്രൊഡക്ഷൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ കൂടെ തന്നെ അടുത്തൊരു 5-6 വർഷത്തിനുള്ളിൽ ഇഷ്ടപ്രകാരം തൊഴിലവസരങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിൽ വരാൻ പോണത്. ഇത്രയും കുടുംബ പാരമ്പര്യമുള്ള നമ്മുടെ രാഹുൽ ഗാന്ധിയെ പോലത്തെ ആളുകൾ ഒരിക്കലും ഇന്ത്യയിലത്തെ യുവജനങ്ങളെ വഴിതെറ്റിക്കരുത്. ലക്ഷക്കണക്കിന് കുട്ടികളുടെ സ്വപ്നമാണ് ഈ നീറ്റ് എന്നായാലും ബാക്കിയുള്ള എന്തായാലും നമ്മുടെ ഇന്ത്യയിൽ വരുന്ന എന്ത് ജോലി സാധ്യതകളായാലും തൊഴിലവസരങ്ങളായാലും ഇവരെ പോലുള്ള നേതാക്കൾ അത് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ നീറ്റ് എക്സാമിൻ്റെ ചോദ്യപേപ്പർ ചോർന്നാൽ അതൊരു പാർട്ടിക്ക് മാത്രം ഉണ്ടാവുന്ന പ്രശ്നമല്ല, നമ്മുടെ രാജ്യത്തിന് മൊത്തം നാണക്കേട് ഉണ്ടാവണതാണ്, അല്ലെങ്കിൽ അവർക്കൊരു മൊത്തം ഒരു മുറിവാണത്. പക്ഷേ ആ മുറിവിൻ്റെ പേരിൽ ഇപ്പോൾ ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ നടക്കുന്നത് എന്താണ്? ശരിക്കും ഇത് വിദ്യാർത്ഥികളുടെ വേദനയാണോ അതോ രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്താനുള്ള പദ്ധതിയാണോ? വസ്തുതകൾ മനസ്സിൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഉത്തരം വ്യക്തമാവും. ഇന്ത്യയിലെ പരീക്ഷാ തട്ടിപ്പുകൾക്ക് നീണ്ട ചരിത്രമുണ്ട്. മുമ്പ് പലതവണ പേപ്പർ ചോർന്നപ്പോഴും അതൊക്കെ ഒതുക്കി കുറ്റക്കാരൊക്കെ വളരെ സിമ്പിളായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ. ഇത്തവണ പക്ഷേ ആ രീതി മാറി. CBI അന്വേഷണം വന്നു, കുറ്റക്കാർ അറസ്റ്റിലായി, NTA പൂർണ്ണമായി പുനഃസംഘടിപ്പിച്ചു, സുതാര്യതയ്ക്കായി പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു, കോടതി വരെ ഇടപെട്ടിട്ട് പുതിയ പരീക്ഷ നടന്നു. ഇന്ന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ കോളേജിൽ അഡ്മിഷൻ എടുത്ത് പഠനം തുടങ്ങാൻ പോവുകയാണ്. ഇതുവരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി നേരിട്ടിട്ട് പങ്കുണ്ടെന്നുള്ള ഒരു തെളിവ് പോലും വന്നിട്ടില്ല. ഈ പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മുടെ സിസ്റ്റം പ്രവർത്തിച്ചു. ഇങ്ങനെ ഒരു പ്രശ്നം ഒരു ചോദ്യപേപ്പർ ചോർന്നു എന്ന് താഴെത്തായിട്ടുള്ള അങ്ങനെ ഉണ്ടായപ്പോൾ നമ്മുടെ സിസ്റ്റം, കേന്ദ്ര ഗവൺമെൻറ് സിസ്റ്റം പ്രവർത്തിച്ചു. പക്ഷേ ഇപ്പം ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ തെരുവിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഗ്രൗണ്ടിൽ ചിത്രം അതല്ല. 20 വയസ്സിന് താഴെയുള്ള നീറ്റ് കുട്ടികൾ അവിടെ വിരളം തന്നെ പറയാം, ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഉള്ളതാരാ? രാഷ്ട്രീയക്കാരും കുറേ സംഘടനയുടെ നേതാക്കന്മാരും പിന്നെ ഈ സോഷ്യൽ മീഡിയയിലത്തെ മറ്റേ റീച്ചിന് വേണ്ടി നടക്കണം കുറച്ച് മുഖങ്ങളും. ഇവരും മാത്രമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. സമരത്തിൽ പങ്കെടുത്തവർ പറയുന്നുണ്ട്, ഇത് വിദ്യാർത്ഥികളുടെ മാത്രം സമരമല്ല, പരീക്ഷ കഴിഞ്ഞ് യഥാർത്ഥ ഉദ്യോഗാർത്ഥികൾക്ക് ഈ തെരുവിൽ നിന്ന് വിട്ടു നിൽക്കണവർ അവർ വരുന്നില്ല. അവർക്ക് വേണ്ടത് മുദ്രാവാക്യമല്ല, അവർക്ക് വേണ്ടത് ക്ലാസ് റൂമാണ്. ഈ അജണ്ട എങ്ങോട്ടാണ് പോകുന്നത്, ഏതുവരെ പോകുമെന്ന് നോക്കിയതാണ് പരീക്ഷയ്ക്കെതിരെ പ്രവർത്തിച്ചവർ അല്ലെങ്കിൽ പ്രതികരിച്ചവർ. രാജ്യദ്രോഹ മുദ്രാവാക്യം വിളികൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങിയല്ലോ. നീറ്റ് എക്സാമിൻ്റെ പേരിൽ തുടങ്ങിയ പ്രതിഷേധം പിന്നീട് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് CAA, അതേപോലെ ആർട്ടിക്കിൾ 370 കാശ്മീരിലത്തെ നീക്കിയത്, ഇതിനെതിരെയുള്ള മുദ്രാവാക്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ നേതാക്കളും അതേപോലെ പഞ്ചാബിലെ വിഘടനവാദികളും മാവോയിസ്റ്റ് സംഘങ്ങൾ ആസാദി മുദ്രാവാക്യം വിളിക്കുന്നു. ഇവിടെ ആസാദി മുദ്രാവാക്യം വിളിക്കേണ്ട ആവശ്യം എന്താണ്? കേന്ദ്രമന്ത്രിക്കെതിരെ, ഒരു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ആസാദി മുദ്രാവാക്യത്തിൻ്റെ ആവശ്യം വരുന്നില്ലേ? അപ്പോൾ ഇവരുടെ ലക്ഷ്യം വേറെയാണ്. ഇതിപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു കൂട്ടായ്മയായി. കാരണം അവർക്ക് മോഡിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോദി ഗവൺമെൻറ്റിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്രഹസനം മാത്രമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത്. സമാധാന സമരം എന്നും പറഞ്ഞ് മുഖം മൂടി അണിഞ്ഞിട്ടു എത്ര ആളുകളാണ് ട്രെയിനിന് കല്ലെറിയുന്നു. അതേപോലെ 50 100-ലധികം പോലീസുകാർക്ക് പരിക്കേറ്റു. ഒരാഴ്ച മുമ്പ് ഓട്ടം തുടങ്ങിയ നമ്മുടെ ഹൈഡ്രജൻ ട്രെയിൻ, അതായത് ലോകത്ത് 5ാമതാണ് ഒരു രാജ്യം ഹൈഡ്രജൻ ട്രെയിൻ ഇറക്കുന്നത്, ആ ട്രെയിന് കല്ലെറിഞ്ഞു. അന്ന് അവിടെ മഴയായതുകൊണ്ട് മാത്രമാണ് അത് തീ പിടിക്കാഞ്ഞത്. അങ്ങനെ എത്ര സമരങ്ങളാണ്, എത്ര അക്രമങ്ങളാണ് അവിടെ നടക്കുന്നത്. പക്ഷെ കേരളത്തിലത്തെ മാധ്യമങ്ങൾക്ക് ഡൽഹി പോലീസ് ചെയ്യണത് മാത്രം ആക്രമണമുള്ളൂ. കാരണം ഈ വിദ്യാർത്ഥികൾ ചെയ്യണതൊന്നും അവർക്കൊരാക്രമണമല്ല.
കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കുകയാണ് കേരളത്തിലത്തെ കുറച്ച് മാധ്യമങ്ങൾ, കുറച്ച് ചാനലുകൾ. ഈ സമരത്തെ യുവരോക്ഷം എന്ന് വിളിപ്പിച്ചു. ഡൽഹി തെരുവുകൾ കീഴടക്കി പോലീസിൻ്റെ നരനായാട്ടെന്ന് വരെ അവർ എഴുതിക്കൊണ്ടിരിക്കപ്പോൾ, എന്നാൽ സത്യത്തിൽ പോലീസിനെ ആക്രമിച്ചത് ഇവർ കണ്ടിട്ടേ ഇല്ല. വാഹനങ്ങൾ തകർത്തത് ഇവർ കണ്ടില്ല. ആ ദൃശ്യങ്ങൾ ഇവർ കാണിച്ചേ ഇല്ല രാത്രി വരെ. കാരണം അവരുടെ അജണ്ട വേറെയാണ്. ഇവർക്ക് എങ്ങനെയെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് BJPനെ താഴെ ഇറക്കണം, കേരളത്തിലത്തെ ജനങ്ങളെ തെറ്റിദ്ധരിക്കണം. ദേശീയ മാധ്യമങ്ങളൊന്നും ഇതിന് വലിയ ഹൈപ്പ് കൊടുത്തിട്ടില്ല. അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളൊന്നും നമ്മൾ കാണില്ലായിരുന്നു. നമ്മുടെ അടുത്ത് നിന്ന് ഇവരതൊക്കെ ഒളിപ്പിച്ച് വെച്ചാൽ. ദേശീയ മാധ്യമങ്ങൾ ഈ സമരത്തിന് വലിയ സ്കോപ്പ് കൊടുത്തിട്ടില്ല, വലിയൊരു സാധ്യത കൊടുത്തിട്ടില്ല. കാരണം എന്താ, ജനങ്ങളില്ല, പൊതുജനങ്ങളില്ലാത്തൊരു സമരമാണിത്. ഇതൊരു അജണ്ട വെച്ചിട്ടുള്ള ഒരു സമരമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ പഹൽഗാമിൽ ആക്രമണം ഉണ്ടായി. അപ്പം മതം നോക്കിയിട്ട് അവിടെ ആക്രമണം നടന്നപ്പോൾ അതിനെതിരെ മിണ്ടാണ്ടിരുന്നിട്ടുള്ള ഒട്ടുമിക്ക സെലിബ്രിറ്റീസും അല്ലെങ്കിൽ യൂട്യൂബേഴ്സും ഇപ്പോൾ ഇതിനെതിരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർക്കൊക്കെ എന്ത് ധാർമ്മികതയുള്ളേ, ഇവരുടെയൊക്കെ വെറും ഇരട്ടത്താപ്പുള്ളേ. ഇവരുടെ രാഷ്ട്രീയം തന്നെ വെറും ഇരട്ടത്താപ്പാണ്. സോനം വാങ്ചുക്കിൻ്റെ നിരാഹാരം നടന്നിട്ട് പുള്ളിക്ക് ആരോഗ്യം മോശമായപ്പോൾ കോടതി ഇടപെട്ടിട്ടാണ് പുള്ളീനെ അവിടെ നിന്ന് മാറ്റിയത് ഹോസ്പിറ്റലിലേക്ക്. അതും മനസ്സിലാവാത്ത, വിവരമില്ലാത്ത ആൾക്കാരല്ല ഇവർ. ഇവിടെ സമരം നടത്തുന്ന അഭിജിത്തിനെ പോലുള്ളവർക്ക് അതറിയാത്തതല്ല. ഇന്ത്യയിൽ ഇപ്പോഴും ഒരു നിയമമുണ്ട്, ഒരു കോടതിയുണ്ട്. അല്ലാതെ നേപ്പാളോ ബംഗ്ലാദേശോ ശ്രീലങ്ക അല്ല ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് മനസ്സിലാക്കണം. ഇവിടെ ഒരു ഭരണമുണ്ട്, ഒരു നിയമമുണ്ട്. ഈ രാജ്യത്തെ എല്ലാ യുവാക്കളും ഒരു പാർട്ടിയുടെ മാത്രമല്ല, കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും മറ്റു പാർട്ടിക്കാരും ഈ രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ട്. ഈ ബംഗ്ലാദേശിലെ നേപ്പാളിലെ ഉണ്ടായ കലാപം പോലെ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ നോക്കിയ അതിൻ്റെ ഇവരിപ്പോൾ ഈ സമരം നടത്തുന്നതിൻ്റെ ഇരട്ടിയിലധികം യുവാക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് അപ്പുറത്ത് ഇതിനെ നേരിടാനുണ്ട് ഇന്ത്യയിൽ. അല്ലാതെ രാജ്യത്തിൻ്റെ ക്രമസമാധാനം തകർക്കാൻ ഇവിടെ ഒരാളെ അനുവദിക്കില്ല. കാരണം തൊട്ടപ്പുറത്ത് നടന്ന പോലൊരു സംഭവം ഇന്ത്യയിൽ നടത്താൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരിക്കലും കോൺഗ്രസ് അടക്കമുള്ള ഒരാൾക്കാർക്കും പറ്റില്ല. ശരി തന്നെയാണ്, തെറ്റുണ്ടായിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർന്നത് അത്ര ചെറിയ സംഭവമല്ല. പക്ഷേ ഇനി വേണ്ടത് എന്താ, സിസ്റ്റത്തിനെ കൂടുതൽ ശക്തിയാക്കുക, സുതാര്യമാക്കുക, വിയോജിക്കാൻ ചോദ്യം ചെയ്യാം. പക്ഷെ അത് നമ്മുടെ കുട്ടികളുടെ ഭാവിക്കും രാജ്യത്തിൻ്റെ സ്ഥിരതയ്ക്കും വേണ്ടി ആയിരിക്കണം എന്നുള്ളൂ. പക്ഷേ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ പലരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇമ്മാതിരി പ്രതിഷേധം നടത്തരുത്. ഇന്ത്യ പോലുള്ളൊരു രാജ്യം മുന്നോട്ട് പോകുന്നത് വാദങ്ങൾ കൊണ്ടല്ല, പ്രവർത്തനം കൊണ്ടാണ്, ജനവിശ്വാസം കൊണ്ടാണ്. നമ്മുടെ ഓരോ കുട്ടിക്കും വിദ്യാഭ്യാസം വേണം, നല്ല ഭാവി വേണം. അതാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും ലക്ഷ്യം. അതുതന്നെയായിരിക്കണം മോഡിയുടെയും ലക്ഷ്യം, രാഹുൽ ഗാന്ധിയുടെയും ലക്ഷ്യം, കേരളത്തിലുള്ള പിണറായി വിജയൻ്റെ ലക്ഷ്യം. അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കണം നമ്മളെല്ലാവരും പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ഓരോ തെറ്റുകളുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. അല്ലാതെ കലാപങ്ങൾ ഉണ്ടാക്കി രാജ്യത്തിൻ്റെ നിലനിൽപ്പ് നശിപ്പിക്കല്ല വേണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കൾ പുറത്ത് മാത്രമല്ല അകത്തുണ്ട്. നമ്മളത് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് പലതരത്തിലുള്ള സമരങ്ങളിലും. അത് ഓരോ ഭാരതീയനും എല്ലാവരും മനസ്സിലാക്കുക. കേരളത്തിലത്തെ ഈ മാധ്യമങ്ങൾ പറയണ ഉടായ്പ മാത്രം മനസ്സിലാക്കാണ്ട് കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മുടെ മലയാളികൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടെ കുറേ സിനിമാക്കാരൊക്കെ എന്താ പറയുക, അവിടെ ജൻസികളെ തല്ലണു അല്ലെങ്കിൽ യുവാക്കളെ തല്ലണു എന്ന് പറഞ്ഞിട്ട് അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ യുവാക്കൾ എന്ത് ചെയ്താലും അവരൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും തിരിച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഒരിക്കലും പാടില്ല. കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം അവർ ഒരു പാർലമെൻറ്റിൽ നമ്മുടെ ആക്രമണം ഉണ്ടായതിന് ശേഷം അത്രയും സെക്യൂരിറ്റി ഉള്ള സ്ഥലത്തേക്ക് ഇവർ അതിക്രമിച്ച് കടക്കാൻ തുടങ്ങി. അതിക്രമിച്ച് കടന്നപ്പോഴാണ് പോലീസ് തല്ലിയത്. അതല്ലാണ്ട് വേറൊന്നല്ല. പോലീസിൻ്റെ അവിടെ നിന്ന് പ്രതികരണം ഉണ്ടായി, പോലീസ് തിരിച്ച് തല്ലി. പോലീസിൻ്റെ അടുത്ത് കല്ലെറിഞ്ഞതൊക്കെ എത്ര വീഡിയോസ് നമ്മൾ കണ്ടു, പോലീസിനെ ഉപദ്രവിക്കുന്നത്. അതേപോലെ തന്നെ ജീപ്പ് കത്തിക്കുക, ബസ് കത്തിക്കുക, എന്തൊക്കെ അവർ ചെയ്തു. ഇതൊന്നും കേരളത്തിലത്തെ മാധ്യമങ്ങൾ കണ്ടിട്ടില്ല. ഇതൊക്കെ കുട്ടിക്കളിയായിട്ടാണ്. ഏത് കുഞ്ഞു കുട്ടികളുടെ ചെറിയ കാറ് തല്ലി പൊളിക്കുന്ന അവസ്ഥയിലാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ഇതിനെ പറയണത്. പോലീസുകാർ കൈവച്ചിട്ടുണ്ട്, പോലീസുകാർ തിരിച്ച് ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്ന് പറയണില്ലേ. പക്ഷേ ഇവർ ചെയ്ത കാര്യം കൂടിയും ഇവിടുത്തെ മാധ്യമങ്ങളൊന്ന് പറയണം. അതാണ് നിലപാട്. നമ്മുടെ ഭാരതം എന്നും ഉണ്ടാവണം ഇങ്ങനെയൊക്കെ തന്നെ. അല്ലാണ്ട് ഒരു ദേശവിരുദ്ധ ശക്തികൾക്ക് നമ്മുടെ ഭാരതത്തിൽ കയറിയിട്ട് ഒന്നും ചെയ്യാൻ ആരും സമ്മതിക്കരുത്. അതിന് നമ്മളാരും ഇടവരുത്തരുത്. ജയ് ഹിന്ദ്.